പാകിസ്ഥാൻ ആവട്ടെ ഒരു യുദ്ധം തന്നെ ആവട്ടെ എന്നുള്ള മട്ടിലാണ് അവരുടെ പ്രകോപനപരമായ പരാമർശങ്ങൾ വരുന്നത്. ബിലാവൽ ഭൂട്ടോ പറഞ്ഞു നിർത്തിയെടുത്തു നിന്നാണ് ഇപ്പോൾ ഹനീഫ് അബ്ബാസി എന്ന പാക് മന്ത്രി ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാന്റെ കൈവശം അണുവായുധങ്ങൾ നിരവധിയുണ്ട്, 130-ലേറെ ആയുധങ്ങൾ അവരുടെ കൈവശമുണ്ട്. അതൊക്കെ തന്നെ പ്രദർശനത്തിന് വെച്ചതല്ല, ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വെച്ചതാണ് എന്ന മട്ടിൽ പറയുമ്പോൾ ഒരു തീവ്രവാദി രാഷ്ട്രം പറയേണ്ട തരത്തിലുള്ള പരാമർശം തന്നെയാണ് അവർ പറയുന്നത്. ആ തരത്തിൽ ഒരു ഭീകരവാദികളുടെ സ്വരം കണക്കെയാണ് ഒരു രാജ്യത്തിന്റെ മന്ത്രി ഈ തരത്തിൽ മറ്റൊരു രാജ്യത്തിനെതിരെ സംസാരിക്കുന്നത്. അങ്ങനെ അണുവായുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന ദോഷവശങ്ങളും അണുവായുധം എത്രത്തോളം മാരകമാണ്, അത് ഒഴിവാക്കേണ്ടതിനെ കുറിച്ച് ലോകം ചർച്ച ചെയ്യുന്ന സമയത്താണ് അത് ഞങ്ങളുടെ കൈവശം ഒട്ടനവധിയുണ്ട്, അത് ഞങ്ങൾ പ്രയോഗിക്കും എന്നൊക്കെ ഒരു മന്ത്രി പറയുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അത്രയും ഇതുവരെ വന്നത് അത്രയും ഒരു പ്രകോപനത്തിന്റെ മട്ടിൽ തന്നെയാണ്. അതിനിടയ്ക്കാണ് പ്രഹസനം എന്ന മട്ടിൽ ഇന്നലെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഒരു ആർമി കേഡറ്റ് പരേഡിൽ വെച്ച് ഞങ്ങൾ ഒരു സ്വതന്ത്രമായ അന്വേഷണത്തിന് തയ്യാറാണ് എന്നൊക്കെ പറയുന്നത്. ഏതായാലും രണ്ടു തരത്തിലാണ് അവിടെ നിന്ന് വരുന്ന പരാമർശങ്ങൾ. അത് ഭൂരിഭാഗവും ഇന്ത്യക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലാണ്. ആ തരത്തിലുള്ള ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇന്ത്യ സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന വാക്കുകൾക്കപ്പുറത്തേക്ക്, ഭീഷണിക്കപ്പുറത്തേക്ക് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ശ്രമം നടന്നാൽ അതിന് ചെറുക്കാൻ ഇന്ത്യ തയ്യാറായി നിൽക്കുന്നു. അനുജ.